തിരുവമ്പാടി സീറ്റിൽ പിടിവിടാതെ കത്തോലിക്ക സഭ. സീറ്റിൽ UDFിൽ നിന്നുള്ള കത്തോലിക്കനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി സഭ ഹൈക്കമാൻഡിനെ സമീപിച്ചു. താമരശ്ശേരി, തലശ്ശേരി ബിഷപ്പുമാരെ മുന്നിൽ നിർത്തിയാണ് സമ്മർദ്ദം. സോണി സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കാനാണ് സഭയുടെ നീക്കമെന്നാണ് സൂചന. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് തിരുവമ്പാടി സീറ്റിൽ ഒരു കത്തോലിക്കനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ദീർഘകാലങ്ങളായി കത്തോലിക്ക സഭ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചതായി കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചകളിൽ സഭാ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ വെച്ചുമാറാമെന്ന കരാറിലെത്തിയതിലേക്ക് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കത്തോലിക്കനെ മത്സരിപ്പിക്കണമെന്ന് സഭ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ സീറ്റ് ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ തിരുവമ്പാടി, കളമശ്ശേരി, ഗുരുവായൂർ സീറ്റുകൾ വെച്ചുമാറുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ആ അധ്യായം UDF അവസാനിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് KC വേണുഗോപാലിനും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമുള്ള സ്വാധീനം ഉപയോഗിച്ച് ഹൈക്കമാൻഡിനോട് സഭ ഈ വിഷയം സംസാരിക്കുന്നത്. നിലവിൽ തിരുവമ്പാടിയിൽ 44% മുസ്ലിങ്ങളും 28% ഹിന്ദുക്കളുമാണുള്ളത്. ക്രൈസ്തവ വിഭാഗത്തിൽ 26% വോട്ടർമാരാണുള്ളത്. എങ്കിലും കത്തോലിക്ക സഭയുടെ താമരശ്ശേരി ബിഷപ്പിന്റെ ആസ്ഥാനം നിലനിൽക്കുന്ന പ്രദേശമെന്ന നിലയിൽ കൂടുതൽ ദൃശ്യത കത്തോലിക്ക വിഭാഗത്തിനുണ്ട്. ഈ സാമൂഹിക മണ്ഡലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കത്തോലിക്ക സഭയുടെ തിരുവമ്പാടി സീറ്റിനായുള്ള അവകാശവാദം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് കനത്ത വിയോജിപ്പുണ്ടെങ്കിലും നേതൃത്വം കൂടിയാലോചിച്ച് പരിഹരിക്കട്ടെ എന്നാണ് കത്തോലിക്ക സഭയുടെ വാദം.